പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. മത്സ്യകൃഷി ഉപജീവനമാക്കിയ രണ്ട് സഹോദരങ്ങളുടെ മത്സ്യഫാമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ മത്സ്യഫാം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിൽ കാർത്തികപ്പള്ളി താലൂക്കിൽ തൃക്കുന്നപ്പുഴ പഞ്ചായത്തിൽ തൃക്കുന്നപ്പുഴ ടൗണിന് അടുത്തായിട്ടാണ് ഈ മത്സ്യഫാം. ഇതിൻ്റെ പേര് ചെങ്കിളി ഫിഷ് ഫാം എന്നാണ്. നൗഷാദ്, മുഹമ്മദ് കുഞ്ഞ്, ഈ രണ്ട് സഹോദരങ്ങളാണ് ചെങ്കിളി ഫിഷ് ഫാമിൻ്റെ ഉടമസ്ഥർ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ. അപ്പോൾ ചെങ്കിളി ഫിഷ് ഫാം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് മുഹമ്മദ് കുഞ്ഞ്. ഈ മത്സ്യഫാമിൻ്റെ വിശേഷങ്ങളൊന്ന് പറയാമോ? എത്ര നാളായിട്ട് ഈ മത്സ്യകൃഷി ചെയ്യുന്നുണ്ട്? ഞാൻ 8 വർഷമായിട്ട് മത്സ്യകൃഷി ചെയ്യുന്നു. ഈ ഫീൽഡിൽ തന്നെയാണ്? ഈ ഫീൽഡിൽ തന്നെ. ഉപജീവനമാർഗ്ഗം ഇതാണ്. ഏതൊക്കെ ഇനത്തിലുള്ള മത്സ്യങ്ങളാണ്? ഞാൻ ആദ്യമൊക്കെ നമ്മൾ ആസാം വാള അതുകൂട്ടുള്ള മത്സ്യ കൃഷി ചെയ്ത്, പിന്നെ ഇപ്പോൾ അതിൽ നിന്ന് കരിമീൻ ബ്രീഡിങ്ങും വിത്തുൽപാദനവും ഹൈബ്രിഡ് മത്സ്യക്കുഞ്ഞുങ്ങളെ കർഷകർക്ക് കൊടുക്കുക, അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ വിപണനമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത്? കുഞ്ഞുങ്ങളുടെ വിപണനമാണ് കൂടുതലും നമ്മൾ നടക്കുന്നത്. കരിമീൻ ജോഡിയും കരിമീൻ കുഞ്ഞുങ്ങളും നമ്മുടെ ഫാമിൽ നിന്നും കർഷകർക്ക് കൊടുക്കാറുണ്ട്. 2-3 ഏക്കറിൽ കരിമീൻ കൃഷിയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഓ, അത് ശരി. കരിമീൻ കൃഷിയും കുഞ്ഞുങ്ങളുടെ വിത്തുൽപാദനമാണ്. കരിമീൻ കുഞ്ഞുങ്ങളില്ലാതെ കേരളത്തിന് വെളിയിൽ നിന്ന് വരുന്ന മത്സ്യക്കുഞ്ഞുങ്ങളായ അനാബസ്, നട്ടർ, വാള, സിലോപ്യ, കാർപ്പ് ഐറ്റങ്ങളെല്ലാം നമ്മൾ കൽക്കട്ടയിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മുടെ ഫാമിൽ ട്രീറ്റ് ചെയ്ത് നല്ല കുഞ്ഞുങ്ങളെ കർഷകർക്ക് കൊടുക്കാറുണ്ട്. ഇത് അനാബസ് അല്ലേ? ഓക്കെ. ഇത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇവിടുന്ന് ഫസ്റ്റിൽ തുടങ്ങുന്ന ഒരു കർഷകന് മരണസംഖ്യ കുറഞ്ഞ ഒരു മത്സ്യമാണ്. pH ലെവൽ വ്യത്യാസം വന്നാലും 6.5 വളർത്താൻ പറ്റിയ ഒരു മത്സ്യമാണ് അനാബസ്. ഇതിന് എന്ത് വിലയ്ക്കാണ് നിങ്ങൾ കൊടുക്കുന്നത്? ഇത് 2.5 തൊട്ട് 3 രൂപ വരെ കൊടുക്കും. അത് വലിപ്പം അനുസരിച്ച് കൊടുക്കും. ഇതിപ്പോൾ ഏകദേശം എത്ര വലിപ്പമുണ്ടോ? ഇത് 1-1.5 ഇഞ്ച് വലിപ്പമുള്ള മീനാണ്. ഇതിൻ്റെ ജോഡി തിരിച്ചറിയാൻ പറ്റും ഈ പ്രായത്തിൽ? ഇതില്ല, ഇത് ആൺ മത്സ്യമാണ്. ഇത് മൊത്തം ഇത് ഹൈബ്രിഡ് മത്സ്യമാണ്. അപ്പോൾ പെൺ മത്സ്യത്തെ വേറെ ഇട്ടേക്കൊണ്ടോ? ഇല്ല, ഇത് പെൺ മത്സ്യം ഇല്ല. ഇത് 450-500 ഗ്രാം വലിപ്പം വെക്കുന്ന ഒരു മത്സ്യമാണ്. ഇത് ഏതിനകത്തിൽപ്പെട്ടാണ്? ഇത് സിലോപ്പിയ MST. ഇതിൻ്റെ ശാസ്ത്രീയ നാമം MST എന്നല്ലേ? അതെ.
ഇതെങ്ങനെയാണ് ഇതിൻ്റെ? ഇത് 2 രൂപ തൊട്ട് 2.5, 3, 6 ഇഞ്ച് ഇപ്പോൾ വലിപ്പം അനുസരിച്ച് നമ്മൾ കൊടുക്കും. വേറെ തന്നെ ഇനിയുള്ളത്? ഇനി ആസാം വാളയുണ്ട്, അതിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. ഉണ്ട്. അപ്പോൾ ആസാം വാളയുണ്ട്. ആ വാള അവിടെയാണ് കിടക്കുന്നത്. അത് ഇച്ചിരി താഴ്ചയുള്ള സ്ഥലമാണ്. അപ്പം അവിടെ നിന്ന് കോരി എടുത്തിട്ട് ഇവിടെ കൊണ്ടുവരും. അപ്പോൾ ആ വിശേഷം കൊണ്ട് നമുക്ക് കാണാം. ഇത് ആസാം വാള. പുതുതായി തുടങ്ങുന്ന ഒരു കർഷകർക്ക് 6 മാസം കൊണ്ട് 8 മാസം വരെ വിളവെടുക്കാൻ പറ്റിയ ഒരു മത്സ്യക്കുഞ്ഞുങ്ങളാണ് ആസാം വാള. അപ്പോൾ ഇന്നത്തെ ഈ ഫാം വിസിറ്റിങ്ങിൽ ഞാനും ഉണ്ട്, അമ്മയും ഉണ്ട്, ഞങ്ങളോടൊപ്പം റോസിക്കുട്ടിയും ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്നാ കാണാൻ പോകുന്നത്? ഇനി കരിമീൻ ജോഡി. കരിമീൻ ജോഡി, ആൺ പെൺ മത്സ്യങ്ങളെ തിരിച്ചിട്ടിരിക്കുന്ന ജോഡി. അപ്പോൾ ആണും പെണ്ണും മെയിൽ ആൻഡ് ഫീമെയിലായിട്ട് തിരിച്ചിട്ടിരിക്കുകയാണ് കരിമീനെ. അതെ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളോട് കാണാം. ഇതിൻ്റെ വിപണനം എങ്ങനെയാണ്? ഇത് ആൺ പെൺ മത്സ്യങ്ങളെ തിരിച്ച് കറക്റ്റ് ജോഡി തിരിച്ച് ആവശ്യമുള്ള കർഷകർക്ക് നമ്മൾ കൊടുക്കുക. ഇതിപ്പോൾ എത്ര മാസം പ്രായമായ ഒരു കരിമീനാണ്? ഇത് 10 മാസം പ്രായം ആയ മത്സ്യമാണ്. ഇത് എത്ര വരെ ഇത് വലുതാവും? ഇത് 400-350 ഗ്രാം ആവറേജ് ആവുന്ന ഒരു മത്സ്യം. ഇതിപ്പോൾ എത്ര ഗ്രാം ഉണ്ട്? ഇതൊരു 250 ഗ്രാം ഉണ്ട്. അപ്പോൾ ഇനി ഇത് പൂർണ്ണ വളർച്ചയെത്താൻ ഇനി എത്ര മാസം എടുക്കും? പൂർണ്ണ വളർച്ചയെത്താൻ ഇത് ഏകദേശം പൂർണ്ണ വളർച്ച എത്തിയിരിക്കുന്ന ഒരു മത്സ്യമാണിത്. ഓക്കെ. എല്ലാം ഒരേ വലുപ്പം അല്ലേ? ഇപ്പോൾ ഏകദേശം എല്ലാം ഒരേ വലുപ്പമാണ്. അത് നല്ല ഒരുമാതിരി സൈസുള്ള അല്ലേ? അതെ. ഇതെന്തുവാ ഓക്സിജൻ സിലിണ്ടർ ഇവിടെ വെച്ചിരിക്കുന്നത്? ഇത് മീൻ പാക്ക് ചെയ്യുന്ന സിലിണ്ടറാണ്. കുഞ്ഞുങ്ങളെ കവർ ചെയ്ത് കവറിനകത്ത് പാക്ക് ചെയ്ത് 16 മണിക്കൂർ നമ്മൾ ഗ്യാരണ്ടിയോടുകൂടിയാണ് മത്സ്യക്കുഞ്ഞുങ്ങൾ കൊടുക്കുന്നത്. എവിടെ നിന്ന് വരുമോ? മീനെ പിടിക്കാമോ? മീനെ പിടിക്കാവുന്ന എവിടെ വരുമോ? അടൂർ ഇവിടെ നിന്നാണ് മീൻ എടുക്കുന്നത്? ഇവിടെ സ്ഥിരമായിട്ട് ഒരു 5-6 തവണ നമ്മൾ ഇവിടെ എടുത്തോണ്ടിരിക്കുന്നത്. ഇവിടുന്ന് എടുക്കുന്നത് നല്ല ക്വാളിറ്റി ഉണ്ട്. ഡീലൊക്കെ നല്ല ഡീലിങ്. 3-4 തവണയും വിറ്റു. നല്ല ലാഭകരം തന്നെ. ഇതിപ്പോൾ എന്നെ എണ്ണി കൊടുക്കണോ? അനാബസാണോ? സിലോപ്പിയ. ഇതന്നോ ഇപ്പോൾ പൈപ്പ് ഇട്ടോ ഓക്സിജൻ വേണ്ടി അല്ലേ?
മത്സ്യകൃഷി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന പുതു കർഷകർക്ക് വേണ്ടിയിട്ട് എന്താ ഒരു നിർദ്ദേശം കൊടുക്കാനുള്ളത്? പുതുതായി തുടങ്ങുന്ന ഒരു മത്സ്യ കർഷകർക്ക് വേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും നമ്മുടെ ചെങ്കിളി ഫിഷ് ഫാമിൽ നിന്നും തീർച്ചയായിട്ടും നൽകുന്നതായിരിക്കും. അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ട മത്സ്യക്കുഞ്ഞുങ്ങളെയും ഈ ചെങ്കിളി ഫിഷ് ഫാമിൽ നിന്നും കർഷകർക്ക് വേണ്ട നല്ല മത്സ്യക്കുഞ്ഞുങ്ങളെ വിപണനം ചെയ്യുന്നുണ്ട്. മത്സ്യ വിപണനത്തിനായി ലൈസൻസ് ഉള്ള ഫാമാണ് ചെങ്കിളി ഫിഷ് ഫാം. ഈ ഫാമിനെ കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട് ഇതിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആലപ്പുഴ ജില്ലയിൽ കാർത്തികപ്പള്ളി താലൂക്കിൽ തൃക്കുന്നപ്പുഴ പഞ്ചായത്തിൽ നൗഷാദിൻ്റെയും മുഹമ്മദ് കുഞ്ഞിൻ്റെയും ചെങ്കിളി ഫിഷ് ഫാമിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ. അപ്പോൾ വ്യത്യസ്തമാർന്ന മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.